ഹലോ, ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ നമുക്ക്. ഇന്ന് നൂൽപുട്ടായിരുന്നു. ഞാൻ പുതിയ മെഷീനൊക്കെ വാങ്ങിയതല്ല, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ അതിന് നിന്നു. അപ്പം നന്നായിട്ട് പൊടിയൊക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തു, പത്തിരിപ്പൊടി. എന്നിട്ട് പിന്നെ നമ്മളെ പുതിയ മെഷീനിലിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ. നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ പെട്ടെന്ന് ബട്ടൺ ഞെക്കിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂൽപുട്ട് റെഡിയായി കിട്ടി. എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വലിയ ഹോളുള്ള അച്ച് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. അങ്ങനെ പിന്നെ നൂൽപുട്ടൊക്കെ ആയി. നൂൽപുട്ടിലേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. അത് കഴിച്ചിട്ട് ബാബുവിന് അപ്പോഴേക്ക് നേരം വൈകിയിരുന്നു. ആക്കി ഇങ്ങനെ വന്നപ്പോഴേക്ക് പിന്നെ ബാബുവേട്ടൻ വേഗം കഴിച്ച് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ കൗശിക്ക് ഇന്ന് നേരത്തെ സ്കൂളിൽ പോകണം. അപ്പോൾ അവന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ കോഴിമുട്ടയൊക്കെ ആദ്യം ചിക്കി പൊരിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് പാൻ വെച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഓയിലാണ് കേട്ടോ ഫ്രൈഡ് റൈസിന് ഞാൻ എടുക്കാറ്. അതിലേക്ക് കുറച്ച് ബീൻസും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് ഞാൻ വേഗം ചോറ് റൈസ് വേവിച്ചിട്ട് എടുത്ത് വെച്ചിരുന്നു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. അതാ കണ്ടില്ലേ, അങ്ങനെ എടുത്ത് നമുക്ക് റൈസ് ആദ്യം എടുത്ത് തലേ ദിവസമൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ റൈസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇത് ആക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ വേഗം അതൊക്കെ ആയി. പിന്നെ ഞാൻ സ്പ്രിംഗ് ഒനിയനും കുറച്ചിട്ടിട്ട് അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ടീ കുടിക്കലും ഒക്കെ ആയിട്ട്. അപ്പോഴേക്ക് പിന്നെ മനുവിന് ഇന്ന് ലീവായിരുന്നു. അവനിന്ന് പോവാനില്ലായിരുന്നു, കോളേജിൽ ലീവായിരുന്നു. അപ്പം ആ കൗശിക്ക് ആക്കി ഇത്രയൊന്നും കഴിക്കില്ല അവന്. ഫ്രൈഡ് റൈസൊക്കെ കൊണ്ടുപോയി എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്ന കാരണം അങ്ങനെ പിന്നെ വെച്ച് കൊടുക്കും ഞാൻ കുറച്ച് കൂടുതൽ. പിന്നെ അവന് സോയാബീൻ ഫ്രൈ ചെയ്തതും സോസും ടൊമാറ്റോ സോസൊക്കെ ആക്കി ചെറിയൊരു ബൗളുണ്ട്, അതിലേക്ക് ആക്കി വെച്ച് അവൻ്റെത് സെറ്റാക്കി. പിന്നെ സ്നാക്സ് ബോക്സിൽ ഞാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കും, പൊട്ടറ്റോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അതൊക്കെ കൊണ്ടുപോയി. വെള്ളം ഇപ്പോൾ വലിയ കുപ്പിയിൽ കൊണ്ടുപോയി അത് തികയണില്ല പറയും. അപ്പോൾ പിന്നെ ഒരു ചെറിയ കുപ്പി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കുപ്പിയിലായിട്ടൊക്കെ വെള്ളം കൊണ്ടുപോയി. ഇപ്പോൾ വേനൽക്കാലം ആയില്ല, അപ്പം കളിയും ഒക്കെ ആകുമ്പോൾ വെള്ളം തികയില്ല. അവൻ്റെ റെഡിയാവൽ കഴിയില്ല. അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, വേഗം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ ബാഗൊക്കെ തൂക്കി അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും പോയി റെഡിയായി വന്ന് അവനെ കൊണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങി സ്കൂളിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഹറിബറികളാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.